അപ്പളേക്ക് എവിടുന്ന് കൊണ്ടുവന്നോട് ഒരു പത്മശ്രീകാരനെ. സംഭവം ഒരു വെയിറ്റുള്ള സാധനട്ടാ. ശവടക്കിന് പോലീസ് ആകാശത്തേക്ക് വെടിവെക്കും പത്മശ്രീ കിട്ടിയ. അതെന്തിനാടോ? ചത്തോന്ന് ഉറപ്പിക്കാനാ വെടിവെച്ച് നോക്കണത്? എന്ത് തേങ്ങയാടോ ഈ പത്മശ്രീ? ആ കിളവിന് എന്തിനാ കിട്ടിയത്? ഡാൻസിനോ കാക്കാരിശിക്കോ? വെറുതെ എന്തെങ്കിലും പറഞ്ഞു ഒപ്പിക്കുന്ന സാധനം ഇത്. അതെ, പിടിപാടുണ്ടെങ്കിൽ ഇത് എങ്ങോട്ട് നോക്ക്. കാശെറിഞ്ഞാ മേടിക്കാൻ പറ്റണതാണ് ഈ സകല പാടും. എന്തറിയേണ്ടി വരും? എന്തുട്ടിന് പത്മശ്രീക്ക പ്രാഞ്ചിയെ നീ വെറുതെ ഈ മേനോന്റെ ഓരോ ബടായി കേട്ടിട്ട് ഇത് കാശ് കൊടുത്ത് മേടിക്കാൻ വല്ല ചക്കയോ വാങ്ങിയിട്ടിയ? കാശ് കൊടുത്ത് മേടിച്ച കഥയൊക്കെ ഉണ്ട്. രണ്ടാളെ എനിക്കറിയാം. മേടിച്ചോ? വർത്താനം നിർത്തിയേ. എന്ത് ചെലവാന്ന് പറ. ക്യാഷിന് കിട്ടാൻ ഞാൻ മേടിക്കും. പത്മശ്രീ ശ്രീ പ്രാഞ്ചേട്ടൻ. ആരന്റെ ബാഹുല ഇതിന്റെ ഒരാള് പിടിക്കുകയാണെങ്കില് ഇവിടെ സുരേഷ് ബാബുവിനെ പിടിക്കണം. എന്താ പാട്ടാ? കാര്യവും പ്രതിപക്ഷത്താണെങ്കിലും ഇമ്മാരി ഓപ്പറേഷനും ബെസ്റ്റാ. കാശ് കിട്ടിയ മണലോണ്ട് അവൻ കയറിയിരിക്കും. ഞാൻ ഇനിയൊരു സത്യം പറയാം. കയ്യില് കാശും തൃശൂക്കാരന്റെ ബുദ്ധിയും കിട്ടിയ ലോകത്തിലെ ആരെയും നിനക്ക് മനസ്സിലായ? സോറി. നമ ശിവായ നമ ശിവായ നമ ശിവായ ശംഭോ രുദ്ര മഹാദേവ വടക്കുന്നാഥ രക്ഷിക്കണേ ഭഗവാനെ ഭഗവാനെ. പത്മശ്രീ കാശിറക്കേണ്ടി വരൂട്ടാ. ഇറക്കാന്നേ മാത്രല്ല കളി വേറെയും കളിക്കേണ്ടി വരും. ആ കളിയുടെ ക്യാപ്റ്റനായിട്ട് സുരേഷ് ബാബു നിക്കണം. അപ്പൊ ഡൽഹിയിലത്തെ കാര്യം? ഡൽഹിയിൽ എത്രയെങ്കിലും കേരളം കിടക്കണ്ടേ? സംസ്ഥാന സർക്കാർ അയക്കുന്ന ലിസ്റ്റും വില അവിടത്തെ ഡിസിഷൻ വരിക. ആ ലിസ്റ്റിൽ കയറി പറ്റണമെങ്കിൽ ഇവിടത്തെ ചുള്ളന്മാരെ ആരാ മട്ടിലേക്കാ തള്ളണ്ടേന്ന് പറഞ്ഞാ മതി. തള്ളാം. നമുക്ക് സുധാരനെ പിടിക്കാം. വലിയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. പിന്നെ അവനാ കൂട്ടത്തിന് നല്ല ഗാന്ധി സ്നേഹമുള്ളവനാ. നടക്കണ കാര്യമല്ലേ ചങ്ങാതി? അതിപ്പോ പാർട്ടിയുടെ ഒരു ലിസ്റ്റ്, പിന്നെ ഘടകകക്ഷികൾ ചില നോമിനീസ്, അങ്ങനെ എലിജിബിളായ എത്ര പേരുണ്ടാവും? കഴിഞ്ഞ തവണ 24 പേരുടെ പേര് പോയിട്ട് കിട്ടിയത് എത്ര പേർക്കാ? എല്ലാം തികഞ്ഞോമാര് തന്നെ ബാക്കി കിടക്കുക. അല്ലേലും നിങ്ങളുടെ പാർട്ടിക്കാരെ പ്രശ്നത മുടക്കം പറഞ്ഞേ തുടങ്ങുള്ളൂ. താൻ ആ സ്റ്റേറ്റ് ലിസ്റ്റിലൊന്ന് കയറ്റിത്താടോ. ഡൽഹിയിലെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഡൽഹിയിൽ എന്ത് തോന്നിയ ദിവസം നടക്കും? അതൊക്കെ ഇവിടെയും നടക്കും. താൻ ആ വിഷയം വിട്. ഇനിയിപ്പോ ഭരണം മാറിയിട്ട് മതിച്ചാലും പ്രശ്നമല്ല. അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അത് പറ്റില്ല. ഞങ്ങൾക്ക് ഇക്കുറി തന്നെ വേണം, അല്ലേ പ്രാഞ്ചി? അതെ, അതും ഒരു ദിവസം നേരത്തെ കിട്ടിയ അത്രയും സന്തോഷം. ഇതെന്താ ഫ്രാൻസിസേ, റേഷനറി അളക്കണ കാര്യോ പറയണേ? ഈ സുരേഷ് വിവരമില്ലാഞ്ഞിട്ട് പറയണതാ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ആരേലും ചോദിച്ചാ നമുക്ക് എന്തുട്ടാ പറയാനുള്ള ഒരു എലിജിബിലിറ്റി ആയിട്ട്? തനിക്ക് എന്തോരം വേണ്ടി വരും എലിജിബിലിറ്റി? സുധാകര, നമുക്ക് രണ്ടു കൂട്ടർക്കും ഗുണമുള്ള കാര്യ പറയണത്. വേണ്ട, നമുക്ക് പോവാടാ. സുധാര, എന്താ യോഗ്യത എന്നല്ലേ നീ ചോദിച്ചേ? ഇടത്തുനിന്നും വലത്തുനിന്നും കൈ നീട്ടുമ്പോ കണക്ക് നോക്കാണ്ട് വാരി തന്ന തന്നെയാണ്ട യോഗ്യത. ഇത് ക്യാഷിന് കിട്ടണമെങ്കിൽ ഫ്രാൻസിസ് മേടിക്കും. എന്നിട്ട് അതും കഴുത്തിൽ തൂക്കിയിട്ട് തൃശ്ശൂർ റൗണ്ടാ നടക്കും. മേനോമായോ? അത് ശരിയാവൂ. അങ്ങോരൊരു ടൈപ്പ് ആളാ. മാഷെ, അന്യന്മാരൊന്നും അല്ലല്ലോ. തന്റെ അമ്മയുടെ ആങ്ങളെയല്ലേ? അതൊക്കെ തറവാട്ടിലല്ലേ മെന്നെ. അരമനെ ചെന്ന അങ്ങോരു ബിഷപ്പല്ലേ. അവിടെ എന്തുട്ടാ അമ്മാവനും മരുവനും? മാഷുടെ ഭാര്യ വീട്ടിലും മാഷുടെ ഭാര്യയല്ലേ? പള്ളിയിൽ വെച്ച് കാണുമ്പോ അവള് വല്യമ്മയുടെ മോളാവില്ല. എന്താ മെന്നത് കാര്യം പറയണതിന്റെ ഇടയിൽ ഒരുമാതിരി. ഒരു ശ്രമം നടത്തി നോക്കാം മാഷെ. ഇല്ലാച്ചാ പോട്ടെന്നേ. അല്ല, ഈ ബിഷപ്പ് പറഞ്ഞപ്പോഴത്തെ ഗവൺമെന്റ് കേൾക്കുന്ന എന്തത്ര ഉറപ്പ്? സഭയും പാർട്ടിക്കാരും ഒന്നും തമ്മി തല്ലല്ലേ? അത് വിട്. ഈ പാർട്ടിയിൽപ്പെട്ട മന്ത്രിമാര് തലയിൽ മുണ്ടിട്ട് അരമനെ ചെന്ന് ബിഷപ്പ്മാരുടെ കയ്യിൽ കിസ് ചെയ്യണ കഥയൊക്കെ എനിക്കറിയാട്ടാ. ഈ ബിഷപ്പ് ചാർജ് എടുത്തതിന് ശേഷം 3 പള്ളിപ്പണിക്ക് ഡൊണേഷൻ ഉണ്ടെന്ന് വാങ്ങിണ്ട്. അല്ല, തനിക്കിപ്പോ എന്താ ഒരു പത്മശ്രീ മോഹം? വിജയശ്രീനെ മോഹിക്കാൻ പറ്റില്ലല്ലോ, അവര് മരിച്ചു പോയില്ലേ. താൻ നാളെ ഞങ്ങളുടെ കൂടെ വരുന്നു. എന്താ? ശരി. പ്രാഞ്ചെഴുന്നേറ്റ്. പിള്ളേര് ഞങ്ങളുടെ പായണേ. പിള്ളേര് കൃമി കടിച്ചിട്ട് ഓടുന്നതാവൂടോ. സർക്കാർ വകയല്ലേ ഉച്ചഭക്ഷണം. നീ ഇങ്ങോട്ട് വന്നേ. എന്തുട്ടാണ്ട സുബ്ര? അല്ല, ഈ ഗഡിയിലല്ലേ കാർമേ അക്ഷരം എഴുതി പഠിക്കാ. ഞാൻ കണ്ടതുകൊണ്ട് ഒരക്ഷരം എഴുതി. അത് ഏതക്ഷര? അക്ഷരല്ലത്, ഇത് കൂന്ന.
കൂന്നാണോ അതോ കൂന്നാണോ? ഇതിലേ ആയിക്കോട്ടെ. അതിൽ അപകടമുണ്ട്. ഡോ താൻ കയറിയ ഓ പോളെ സത്യമാണോ ഈ കേട്ടത്? പോയി ഓഫീസിൽ പോയി നിൽക്ക്. നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കിട്ടാ. റാഞ്ചി സോറി ട്ടാ. ക്രാങ്ങളല്ലേ മാഷെ. മാഷേ ഇത് പിടിച്ചേ. എന്തിനാ? സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുകയും അത് ലഭിച്ച നാളിൽ തന്നെ അതിന്റെ മുൻനിര പോരാളി പരമോന്നത അധികാരസ്ഥാനം കൈയാളുകയും ചെയ്തു എന്നതാണ് ലോകരാഷ്ട്രങ്ങളുടെ മുഴുവൻ ചരിത്രം. പക്ഷെ അതിന് അപവാദമായിരുന്നു ഭാരതം. അഹിംസയുടെ മാർഗത്തിലൂടെ കൈവന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണസാരഥ്യം ഏറ്റെടുത്തില്ല നമ്മുടെ മഹാത്മാവ്. മാത്രവുമല്ല, സ്വാതന്ത്ര്യപ്രാപ്തിക്കായി രൂപമെടുത്ത പ്രസ്ഥാനം പിരിച്ചുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മഹത്തായ ആ പാരമ്പര്യമാണ് നമ്മൾ പിന്തുടരേണ്ടത്. അധികാരവും സ്ഥാനമാനങ്ങളും ത്യജിക്കാൻ ശീലിക്കുക, കർമ്മം ചെയ്യുക. അതിനുള്ള പ്രതിഫലം പാരിതോഷികമായോ പുരസ്കാരമായോ നമ്മെ തേടി വരാം, വരാതിരിക്കാം. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായി കാണുമല്ലോ. ഫ്രാൻസിസ് ഇന്നാൾ വരെ ചെയ്ത പുണ്യപ്രവൃത്തികൾ തുടരുക. നിന്നിലേക്ക് വന്നു ചേരേണ്ട അംഗീകാരം കാലം നിന്റെ കൈകളിൽ എത്തിക്കും. ഇപ്പൊ എന്തായി? എനിക്ക് നേരത്തെ അറിയായിരുന്നു മൂപ്പര് ഇങ്ങനെ തന്നെ പറയുള്ളൂന്ന്. പിന്നെ നിങ്ങൾക്ക് രണ്ടാൾക്കും നേരിട്ട് ബോധ്യമായിക്കോട്ടിട്ട് ഞാൻ കൂടെ പോകുന്നേ ഉള്ളൂ. അങ്ങേർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. അതിനിങ്ങനെ സോഷ്യൽ സ്റ്റഡീസിന് ക്ലാസ് എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമുക്കറിയാത്ത ആളാ ഗാന്ധി. എന്റെ പേഴ്സണൽ അഭിപ്രായം പറയാട്ടാ. എന്താ? എനിക്ക് ഈ ബ്രിട്ടീഷുകാരെ അന്ന് തിക്കും തിരക്കും കുട്ടി ഓടിച്ചതിൽ ഒരു യോജിപ്പില്ല. ആണോ? അല്ല പിന്നെ ഏതെങ്കിലും ബിഷപ്പുമാർക്ക് കിട്ടിയിട്ടുണ്ടോ പത്മശ്രീ? ഇല്ല, അതിന്റെ കുശുമ്പല്ലേ ഇത്. അല്ലെങ്കിലും ഒരു ക്രിസ്ത്യാനിക്ക് വേറൊരു ക്രിസ്ത്യാനിയെ കണ്ടുകൂടാന്ന് പറയുന്നത് ശരിയാ. പിന്നെ നായന്മാർക്ക് നായന്മാരെ വലിയ സ്നേഹല്ലേ? ഒന്ന് പോടോ. നിങ്ങൾക്ക് നാണാവില്ല ഇങ്ങനെ ജാതി പറഞ്ഞ് സംസാരിക്കാൻ. അയ്യേ, സ്കൂളിലെത്ത സമയമായി, ഞാൻ പോവുക. എവിടെയെങ്കിലും പോ. ഞങ്ങൾ അടുത്ത പരിപാടി നോക്കട്ടെ. ഇനിയിപ്പോ എന്താ വേണ്ടേ? എളുപ്പല്ലോ ഈ ആദ്യം ഓരോ സാധനങ്ങൾ കിട്ടാൻ. ഇപ്പൊ കിട്ടിയവരൊക്കെ നല്ല പണിയെടുത്തിട്ടുണ്ടാവൂലേ? താൻ എന്തുട്ട് എന്റെ പാഞ്ചി പറയണേ? താൻ വിചാരിച്ചത് വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പം ഉണ്ടാക്കണ പോലെ ടീം 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 എന്ന് പറഞ്ഞുണ്ടാക്കിയതാ. ഇത് കഷ്ടപ്പെട്ട് തന്നെ കിട്ടുള്ളൂ. ഞാൻ തൃശ്ശൂർ കുറച്ച് ദിവസം ഉണ്ടാവും. നാളെ ഒന്ന് ഗുരുവായൂർ പോകും. ഛത്തീസ്ഗഡ് ചീഫ് ജസ്റ്റിസ് ഖാസറാം കൊത്വാളും ഫാമിലി മരണ്ട്. കൊത്വാൾജിയുടെ മകളുടെ കുട്ടിക്ക് ചോറൂണും മൂപ്പർക്കും വൈഫിനും തുലാഭാരവും. പിന്നെ നമ്മുടെ സ്വന്തം ആളല്ലേ. ആ ശ്രീലങ്കൻ പ്രസിഡന്റിന്റെ PS എതിരുവീര ഗുണചന്ദ്ര കോട്ടക്കൽ കിടപ്പുണ്ട്. ഒന്ന് പോയി കാണണം. ശരി, നമുക്ക് കൊച്ചി കാണാം. മെറിഡിയൻ റൂമിട്ടേക്ക്. പിന്നെ ഒരു ഹൗസ് ബോട്ട് ആലപ്പുഴ വിളിച്ച് പറയും. എ ലക്ഷൂറിയസ് വൺ. മുഹമ്മയ്ക്ക് വരാൻ പറഞ്ഞാൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പിന്നെ പറയാം. ചില ഗസ്റ്റ്സ് ഉണ്ട്. ഓക്കെ, ഞാൻ ഒരു മീറ്റിംഗിലേക്ക് കയറുക. 1 hour കഴിഞ്ഞിട്ട് വിളിക്കുക. നമ്പ്യാർജി, ഇതാണ് നമ്മുടെ ഫ്രാൻസിസ് ഏട്ടൻ. പ്രാഞ്ചിയേട്ടൻ എന്ന് പറയടോ. എനിക്കറിയാലോ, നമ്മുടെ ഹോം മിനിസ്റ്റർ ദിവാകരേട്ടനും ഞാനും പങ്കെടുത്ത ഒരു ഫംഗ്ഷൻ. ഇറ്റ് വാസ് ലോങ് ബാക്ക്. നാട്ടികയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഓഫ് കോഴ്സ് കേട്ടിട്ടുണ്ടല്ലോ ഒരുപാട്. കാര്യങ്ങൾ സുരേഷ് ബാബു പറഞ്ഞല്ലോ. നമ്പ്യാർ സാർ ഒരു പിടിപിടിച്ച സംഗതി മേപ്പെട്ടാ പോകുന്ന എല്ലാരും പറയണേ. അങ്ങനെ ഒരു മോഹം തോന്നി. നടന്നു കിട്ടിയാച്ചാൽ ഒരു കളറാവൂലോ. ഈ പേരിനൊപ്പം പത്മശ്രീ എന്നുള്ളൊരു ടൈറ്റിൽ കിട്ടിയാ പിന്നെ അരിപ്രാഞ്ചി കിരിപ്രാഞ്ചി എന്നുള്ള വിളികൾ നിർത്തുമല്ലോ ഈ തൃശ്ശൂരുള്ള തെണ്ടികള്. കാശ് എത്രയാന്ന് പറയേണ്ട കാര്യമുള്ളൂ. പ്രാഞ്ചി റെഡി. തിരക്കൂട്ടല്ലേ? നമ്പ്യാർജി ഒന്ന് ആലോചിക്കട്ടെ. जी, नंबर हियर। एक काम करो, अभी मैं एक जरूरी मीटिंग में हूँ। ഇന്ത്യ उनको बताओ मैं प्रणब जी को उसका पर्सनल नंबर में कांटेक्ट करूंगा. ठीक है? പ്രാഞ്ചേട്ടാ, ഇതങ്ങനെ കാശ് കൊടുത്ത് നിസ്സാരമായിട്ട് മേടിക്കാവുന്ന ഒന്നല്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് ഇപ്പോ ഈ നാട്ടിൽ പത്മ അവാർഡ് കിട്ടിയിട്ടുണ്ടാവും. ആരുടെ കയ്യിലാ ഇപ്പൊ കാശില്ലാത്ത? കാശ് മാത്രമേ ഇവന്റെ ഉള്ളൂ. ബാക്കി എഡ്യൂക്കേഷൻ അടക്കം എല്ലാം പോക്കാ.
പിന്നെ ഡൊണേഷൻ അത് പലയിടത്തും കൊടുത്തിട്ടുണ്ട്. തെളിവിന് വേണമെങ്കിൽ രശീതി കാണിക്കാം. അതുകൊണ്ടായില്ല ഏട്ടാ. നമ്മുടെ സ്റ്റേറ്റ് ഹോം ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്ന അപേക്ഷയുടെ കൂടെ ഒരു പ്രൊഫൈൽ വേണം. എന്ന് വെച്ചാൽ ഒരു ലഘുജീവചരിത്രം. അതിനും മാത്രമുള്ള ചരിത്രമൊന്നും ഉമ്മക്കില്ല നമ്പ്യാർ സാറേ. ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. ചരിത്രം പലപ്പോഴും നിർമ്മിക്കുകയാണ് ചെയ്യുക. അതിന് നമുക്കൊരാളെ കാണാനുണ്ട്. അയാൾ എഴുതി തയ്യാറാക്കിക്കോളും പ്രാഞ്ചിയേട്ടന്റെ ഇല്ലാത്ത ജീവചരിത്രം. പ്രസിദ്ധനായ ഹിസ്റ്റോറിയൻ പ്രൊഫസർ അച്യുത വാര്യർ. ഒരു ദക്ഷിണ കയ്യിൽ കരുതിക്കോളൂ. നമ്മൾ അദ്ദേഹത്തെ പോയി കാണുന്നു. ചോറിന് എത്രയാളാ ഉണ്ടാവാന്ന് നേരത്തെ പറയാൻ കേട്ടോ. ഓ ഈയപ്പ, ഈ സാധനം കൈ കിട്ടണ വരെ ഊണിന് കുറെ ആളുകൾ ഉണ്ടാവും. നിങ്ങൾ സാധനം മേടിക്കോ, കയ്യിൽ വെക്കോ, എന്ത് വേണേ കഴിക്കോ. ഞാൻ ചോറിന്റെ കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ. എന്താ ചോറ്? എന്താന്ന്? ചോറ് ചോറ്. അപ്പോ ഇയാൾക്കൊരു ജാതകം ഉണ്ടാക്കണം. ഹൈറാർക്കിയുടെ മുന്നിൽ പ്രസന്റ് ചെയ്ത വായിക്കണ ഏത് ഏഭ്യനെ കൊണ്ടും കേമെന്ന് പറയിപ്പിക്കാൻ കഴിയണമെന്ന്. ഒരുപാട് സഹായങ്ങൾ പലർക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കണക്കുള്ളതുണ്ട്, ഇല്ലാത്തത്. തന്നെ ഇതിന്റെ അകത്ത് മുഴുവനും അതിന്റെ രശീതിയും ബില്ലുകളാ. സഹായം ചെയ്തതിന് ബില്ലോ? എന്നുവെച്ചാ ആശുപത്രി ചെലവ് നമ്മൾ കൊടുത്ത കേസുകളുണ്ട്. ബില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ. പിന്നെ 4 ഹാർട്ട് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ ഇയാള് ചെയ്തു എന്നല്ല, അതിന്റെ കാശ് കൊടുത്തു എന്നാ പറയണേ. വലിയ കോടീശ്വരനാണെങ്കിലും അതിന്റെ അഹങ്കാരമൊന്നും ഇല്ലാത്ത ആളാ. പിന്നെ എഡ്യൂക്കേഷൻ കുറവായതുകൊണ്ട് അതിന്റെ എളിമ വേറെയുണ്ട്. വലിയ ശത്രുക്കളൊന്നും ഇല്ലാത്തോണ്ട് ഈ പത്മശ്രീ കിട്ടിയാലും ആരും ദോഷമൊന്നും പറയില്ല. അവനൊരു പാവല്ലേ, അവനത് മേടിച്ചോട്ടെന്നെ തൃശ്ശൂക്കാര് പറയൂ. തൃശ്ശൂക്കാര് സത്യം. അജയ് നമ്പ്യാരെ പറയൂ സാർ. ഈ സെന്റ് ഫ്രാൻസിസ് അസീസി നന്നെ ബാല്യത്തിലെ കടുത്ത ദീനാനുകമ്പ പ്രകടിപ്പിച്ചിരുന്ന ഒരു പുണ്യാത്മാവായിരുന്നു. ഈ പേരുകാരൻ പുണ്യാളന്റെ സ്വാധീനം കൊണ്ട് തന്നെയാണ് സഹജീവി സ്നേഹം നിറഞ്ഞ ഒരു ബാല്യമായിരുന്നു നമ്മുടെ അരിക്കച്ചവടക്കാരന്റെ. വഴിയരികിൽ കണ്ടുമുട്ടുന്ന യാചകരെയും നിരാലംബരായ യാത്രക്കാരെയും വീട്ടിൽ വിളിച്ചുകൊണ്ടുപോയി ആഹാരം കൊടുക്കുന്നതിൽ കുട്ടിയായ ഫ്രാൻസിസ് അത്യുത്സാഹം കാണിച്ചിരുന്നു. ചൈൽഡ്ഹുഡ് അങ്ങനെ കുറെ ഇൻഷുറൻസ് കൊണ്ട് ബിൽഡ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ പറഞ്ഞത് സാർ ഇന്നലെ ഫോണിൽ പറഞ്ഞു സാമുദായിക മൈത്രി. അതെ, തൃശൂർ പൂരം എന്ന ഹൈന്ദവാഘോഷത്തെ തൃശൂർ പട്ടണത്തിന്റെ ഉത്സവമാക്കി മാറ്റി ഇവിടെയുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കൂടെ പങ്കാളിത്തത്തോടെ അത് വർഷാവർഷം നടത്തുന്നതിൽ ഫ്രാൻസിസ് വഹിക്കുന്ന പങ്ക്. മതസൗഹാർദ്ദത്തിന് അത് നൽകുന്ന സംഭാവനയുടെ വലിപ്പം കേരളത്തിലെ പൊതുസമൂഹം അറിയുന്നേയില്ല. ചുരുക്കി പറഞ്ഞാൽ കൈയയച്ച് നൽകിയും സ്വസമുദായത്തിലെ സമ്പന്നന്മാരുടെ കയ്യിൽ നിന്ന് സ്വരൂപിച്ചും ഫ്രാൻസിസ് ഹൈന്ദവ സഹോദരന്മാർക്ക് പണം നൽകുന്നുണ്ട്. പ്രാഞ്ചി, തിരുവമ്പാടിക്ക് കുട വാങ്ങാൻ ഒരു 10 ഉറുപ്പിക താൻ തരണം. കുട വാങ്ങാൻ കാച്ചില്ലെങ്കിൽ എന്നാലും എന്നിട്ട് വിടൂ. ഇല്ലേലും ചേമ്പൽ വെട്ടി തലയിൽ വെക്കേ. നീ ഒരു 10,000 ഉറുപ്പിക തരുമെന്ന് ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞു പോയി. നീ എന്നെ ചതിക്കരുത്. സോറി, താൻ എന്തിനാടോ ഈ മറ്റുള്ളവരുടെ കയ്യിലെ കാശ് കണ്ട് ഓരോന്ന് ഏൽക്കാൻ നിൽക്കണേ? ആ യുവസപ്പിനോട് പറഞ്ഞിട്ട് 2000 രൂപ വാങ്ങിക്കും. അല്ലെങ്കിൽ തന്നെ ഈ കുട മാറി മാറി കളിക്കണ എന്തിനാന്ന്? അപ്പോഴല്ലേ ഒരു ഭംഗിയുള്ളൂ. എന്ത് ഭംഗി? പിന്നെ മറ്റൊരു പോയിന്റ്, ബാബറി മസ്ജിദ്. ബാബറി മസ്ജിദ് പൊളിച്ച ഡിസംബർ 6 തൃശൂരിലെ മുസ്ലിം സഹോദരന്മാർ തെങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ആശ്വാസവാക്കുകളുമായി അവർക്കൊപ്പമുണ്ടായിരുന്നു പ്രസ്തുത ഫ്രാൻസിസ്. ആയുധമെടുക്കരുത്, സമചിത്തതയാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് അയാൾ അവരെ അനുനയിപ്പിച്ചു നിർത്തി അതുവഴി ഒരു വർഗീയ കലാപത്തിൽ നിന്ന് തൃശൂരിനെ രക്ഷിക്കുകയും ചെയ്തു. എന്താ ബാബുലയ? ഒരു പള്ളി വിളിച്ചെന്നോ അമ്പലം കെട്ടിയെന്നോ ശ്രീരാമനോ ബാർബറോ എന്താ പ്രശ്നം? ടിവിയില് രാവിലെ തൊട്ട് കാട്ടുണ്ടല്ലോ. എവിടെ ഈ സ്ഥലം? അയോധ്യ എന്ന് പറയണേ. ഹിന്ദുക്കളുടെ കഥയിലൊക്കെ പറയണ അത് ശരിക്കുള്ള സ്ഥല? ഒന്നുകൂടെ ഒഴിക്കട. ഇങ്ങനെ പോവും നമ്മുടെ അരിക്കച്ചവടക്കാരൻ പുണ്യാളനായ കഥ. ഗംഭീരായിട്ടുണ്ട്.
ഡീറ്റെയിൽ ഡ്രാഫ്റ്റ് 2 ദിവസം കൊണ്ട് തരാം. മതി പ്രാഞ്ചേട്ടാ. ഒന്നുണ്ട് കേട്ടോ, ഇതൊരു ടോക്കനാണ്. സംഗതി ചെതറിച്ച കെട്ട് വേറെ വരും. ഇതങ്ങോട്ട് മേടിച്ചേ. അല്ല വാരമാഷേ, ഈ പത്മശ്രീ ഇങ്ങനെ തട്ടിപ്പീസായിട്ട് വാങ്ങണതും നേരായ മാർഗത്തിൽ കിട്ടണതും തമ്മിൽ കണ്ടാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ? അതിപ്പോ അധ്വാനിക്കുന്നവന്റെ കയ്യിലായാലും മോഷ്ടാവിന്റെ കയ്യിലായാലും പണത്തിന് ഒരേ നിറവും രൂപമാണ്. പക്ഷെ ഒന്ന് മടിയിലിരിക്കുമ്പോ മനസ്സിന് സന്തോഷം ഉണ്ടാവും. മറ്റത് സൂക്ഷിക്കുന്ന നേരം മുഴുവൻ പേടി മാറില്ല. ഇത്രേ ലളിതായിട്ടേക്ക് പറഞ്ഞുതരാൻ കഴിയും. ആ, $1.5 കോടി പൊളരിപ്പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് 1 ഏക്കർ സ്ക്വയർ പ്ലോട്ടാ കയ്യിലിരുന്നേ അല്ലേ? എന്തുകൂട്ട് ഒളരിപ്പള്ളി. ഇനി തേക്കിൻകാട് മൈതാനം പകുതി എഴുതി കിട്ടിന്ന് വെക്കി. അത് പത്മശ്രീക്ക് പകരാവോ ഫ്രാഞ്ചീസേ? പിന്നെ സംഗതി നടന്ന ഞാൻ ഗുരുവായൂർ ഒരു കൃഷ്ണനാട്ടം നേർന്നിട്ടുണ്ട്. അതിന്റെ കാശ് തരണട്ടാ. സംഗതി നടന്നില്ലെങ്കില് ഞാൻ എന്റെ താമസം കുറച്ചു കാലത്തേക്ക് വിയൂർക്ക് മാറ്റും. അവിടെ നിന്റെ അമ്മായിരെ വീടുണ്ടാ? തന്നെ കൊന്നിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ? ജയിലിൽ കിടക്കണ്ടേ? അങ്ങനെ ഒരു ഡിസിഷൻ താൻ എടുത്തിട്ടുണ്ടെങ്കിൽ കൃഷ്ണാട്ടത്തിൽ നിൽക്കില്ല. കാനാടി ചാത്തിന് ഒരു പോത്തും കുട്ടനെയും കൂടി നേരെയാവും ബുദ്ധി ഉണ്ടേ. അത് വേണ്ടി വരും. ചോറിന് എത്രയാളുണ്ടാവാന്ന് പറയണട്ടാ. എപ്പോ നിനക്ക് ഈ ഒരേ വിചാരേ ഉള്ളൂ. എപ്പോ നോക്കിയാൽ ഈ ഒറ്റ ചോദ്യമുള്ളൂ. എന്നാ പിന്നെ ഉച്ചക്ക് ചീട്ട് കളിക്കാൻ എത്ര ആളുണ്ടാവും ചോദിക്കാ. പിത്തുള്ള ഞാൻ ചുമരുമ്പോ തേക്കിട്ട ഞാൻ ഫ്രാഞ്ചീസ്. എന്നെ ആ മാപ്പിളോട് കളിക്കണ്ടട്ടാ. അയലൊരു ഈടും മൂടില്ലാത്തവനാ. അല്ല ഇതിപ്പോ എവിടെ എത്തിക്കണ്ടേ? ഒരു വണ്ടി ഇങ്ങട് അയക്കാന്ന നമ്പ്യാർജി പറഞ്ഞു. ആള് വിളിക്കണ്ടല്ലോ. നമ്പ്യാർജി ഏതാ? ആംബുലൻസോ? KL 312. ഓക്കെ. ആരാ മരിച്ച നമ്പ്യാരാ? ആംബുലൻസ് പറയണ്ടല്ലോ. ഒരു ആംബുലൻസ് ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അതില് ക്യാഷ് കയറ്റി വിടാനാ പറഞ്ഞേ. ഓ ഭാഗ്യം. വന്നല്ലോ, ഒരു ഓമ്നിയുടെ സൗണ്ട് കിട്ടു. നിന്റെ കഴിഞ്ഞല്ലോ ഫ്രാൻസിസ് ഗുരുവായൂരപ്പാ. 1.5 കോടി പോണ പോക്ക് കണ്ട എന്റെ മോനെ. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയടന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ, നല്ലവരുത്തുവലമ്പാകെ. എന്റെ കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങും. അതുതാ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയുയരും നൽകും. Attention! Fuel parade, stand loading, position. Fuel parade, reload. Present. Police, fire. Down. നീ എന്താ ആലോചിക്കണേ? ദശ വടക്ക്. അതൊരു കളറ് പരിപാടി ആയിരിക്കും. എന്നെ എന്റെ കുടുംബത്തിൽ ആരും ഇതുപോലെ മരിച്ചിട്ടില്ല, ഇനിയൊട്ടും മരിക്കൂല്ല. അതൊന്നും ആലോചിച്ചു പോയതാണേ. സുധാകരൻ, ജില്ലാ സെക്രട്ടറി. ഹലോ പ്രാഞ്ചേട്ടാ, നിങ്ങൾ നല്ല പാർട്ടിയാ. ആ പ്രശ്നം നമുക്ക് ഡീൽ ചെയ്ത് വിടായിരുന്നല്ലേ? നിങ്ങൾ ആ സുരേഷ് ബാബുവിന് എന്തിനിടയ്ക്ക് കയറ്റിയത്? പാർട്ടിക്കും പിന്നെ എനിക്കും ഗുണമുണ്ടാവുമെങ്കിൽ പിന്നെന്താ പ്രശ്നം? സംഗതി നമുക്ക് പെടച്ചൂടെ? സുധാര, ഇപ്പൊ നമുക്കൊരു കരിക്ക് കുടിക്കണം. 10 ഉറുപ്പ്യ കൊടുത്താ അത് നമ്മടെ ഉമ്മറത്ത് കൊണ്ടുത്തരാൻ ആളുണ്ടെങ്കിൽ നമ്മളെന്തിനാടാ തളപ്പെട്ടി തെങ്ങുമ്മേ കയറണേ? മനസ്സിലായില്ല. മനസ്സിലാക്കാൻ നിന്റെ പാർട്ടിക്കാരെ പോലെ തന്നെ നിനക്കും കുറച്ച് ടൈം എടുക്കും. അതിലെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. സുധാര, നീ ഫോൺ വെച്ചേ. അത് എന്റെ പേര് പോയിരിക്കണ ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് ലിസ്റ്റിലാ.
പിള്ളേരെ സൂക്ഷിച്ച് 10-50 രൂപ വിലയുള്ള മുതല താഴെയിട്ട് പൊട്ടിക്കരുത്, സൂക്ഷിക്കേ. അതെ ഒന്നേ അല്ല ഇന്ന് പ്രഖ്യാപിക്കല്ലോ. എന്താ സംശയം? അതെ, ഈ പത്മശ്രീ കിട്ടിക്കഴിഞ്ഞു പത്രത്തിലും ടിവിയിലൊക്കെ വന്നതിന് ശേഷം ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു. ഇന്ന് ടിവിയിൽ വാർത്ത വരുമ്പോ ഒന്നും അറിയാത്തവരെ പോലെ നമ്മളും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടാവണം. അതല്ലേ അതിന്റെ പത്രാസ്. നീ വന്നേ. ഇതങ്ങോട്ട് മാറ്റിക്കോ. എന്താ പുതിയ ടിവിയാ? പ്രാഞ്ചേട്ടന്റെ ഡൊണേഷനാ. എന്താ പ്രാഞ്ചേട്ട കോള്? ഇലക്ഷനിൽ തോറ്റന്റെ ഒരു സന്തോഷടാ. മാത്രല്ല പ്രാഞ്ചിയുടെ വക ഒരു പാർട്ടി ഉണ്ട്. ഇന്ന് ഡ്രിങ്ക്സിന്റെ ബില്ല് ആരും കൊടുക്കണ്ടേട്ടാ, എന്റെ വക ഫ്രീ. എല്ലാരും വയറ് നിറച്ചടിച്ചോളൂട്ടോ. അതൊക്കെ ഉണ്ടേ. എല്ലാ സെറ്റപ്പും ഓക്കെയാണ്. ടിവിയിൽ ന്യൂസാ വന്നു കഴിഞ്ഞാൽ മേനോൻ സാർ എന്റെ നമ്പറിലേക്ക് ഞാൻ ഏറ്റു. നീ പോ, 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 പോ. ഒന്നുമില്ല. പുതുപ്പെട്ട പച്ചക്ക നേരം വിളിച്ചായിട്ട് ഇതേവരെ തോട്ടട്ടിലിഷ്ട. എന്റെ ന്യൂസ് ഒന്ന് അറിഞ്ഞിട്ട് വേണം ഐശ്വര്യ അതിന്റെ തുടങ്ങി വെക്കാൻ. ആ ടിവിയുടെ ഓളി ഒന്ന് കൂട്ടുകാരാ. എന്തൂട്ട് ന്യൂസ്? നീ വല്ല പാട്ട് വെക്കടാ. ന്യൂസിലല്ലോടോ പറയാ. അറിയാടാ, ആക്ടിങ് അല്ല എന്റെ. വേണമെങ്കിൽ ന്യൂസ് വെച്ചോ, നാളെ വല്ല ഹർത്താലുണ്ടോന്ന് അറിയാലോ. പപ്സ് ദാ ഇരിക്കണു കക്ഷി. ആ ഗോൾഡൻ ഗ്ലാസ് വെച്ച വൈറ്റ് ഷർട്ടുകാരൻ. I'll introduce him later. ഈ തിരക്കും ബഹളമൊക്കെ കഴിയട്ടെ. അതുവരെ നമുക്ക് ലേഡീസ് റെക്രിയേഷൻ റൂമിൽ ഇരിക്കാം. തൊട്ട് പണി കാണിച്ചേ മനുഷ്യരുടെ ഫുള്ളും പൊളിക്കാണ്ടിരുന്നേരാ. ആ ന്യൂസ് ഒന്ന് കേക്കട്ടെ. ഈ ഉതുപ്പേട്ടൻ എന്തുട്ടാ പറ്റി? കണ്ണി കണ്ടോടത്ത് കള്ളു പിടിച്ചിരിക്കുന്ന ആള് ഇന്നെന്താ ടിവിയുടെ മുമ്പിൽ? എനിക്ക് ടെൻഷൻ കയറണ്ടേട്ടാ. എന്റെ നെഞ്ചില് പാണ്ടിയും പഞ്ചാരിയും ഒരുമിച്ച കൊട്ടണേ. എന്റെ പാറമേക്കാവ് ഭഗവതി. എന്താടാ ന്യൂസ് എന്തേ? നമസ്കാരം. പ്രധാന വാർത്തകൾ. രാജ്യം നാളെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 7 മലയാളികൾക്ക് പുരസ്കാരം. മൂന്നാർ, ദേവികുളം പഞ്ചായത്തുകളിൽ നാളെ ഹർത്താൽ. കയ്യേറ്റക്കാർക്കെതിരെ ഉചിതമായ നടപടിയെടുക്കുമെന്ന് റവന്യൂ മന്ത്രി. രാജ്യം നാളെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിലേക്ക്. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പുരസ്കാരം ലഭിച്ചവരിൽ 7 മലയാളികളും. പ്രമുഖ ഗാന്ധിയൻ സർവോദയം കൃഷ്ണപിള്ള, കഥകളി ആചാര്യൻ ചമ്പക്കുളം രാമപൊതുവാൾ എന്നിവർക്ക് പത്മവിഭൂഷണും മലയാളി ശാസ്ത്രജ്ഞൻ അമീൻ മുഹമ്മദിന് പത്മഭൂഷണും ലഭിച്ചു. ആയുർവേദ ഭിക്ഷഗുരൻ തെക്കേമഠം ശ്രീധരൻ നമ്പൂതിരി, സാമൂഹിക പ്രവർത്തക ഗീത ദാമോദര മേനോൻ, വ്യവസായികളായ മധുപിള്ള, സ്റ്റീഫൻ ജോണി കുഴിപ്പറമ്പിൽ എന്നിവർക്ക് പത്മശ്രീ നൽകിയും രാജ്യം ആദരിച്ചു. ജമ്മു കശ്മീരിലെ കുപ്വാരയിൽ തീവ്രവാദികളോട് പോരാടി വീരമൃത്യു വരിച്ച ധീര ജവാന്മാരെ അനുസ്മരിച്ച് രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ഭീകരവാദവും അഴിമതിയും ഇല്ലായ്മ ചെയ്ത് രാജ്യത്തിന്റെ സാമ്പത്തിക കുതിപ്പ് നിലനിർത്തണമെന്ന് രാജ്യത്തോടായി രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. ജാർഖണ്ഡിൽ മാവോയിസ്റ്റുകൾ സ്ഥാപിച്ച കുഴിബോംബ് പൊട്ടി മലയാളിയായ സുബൈദാർ മേജർ EC ഫ്രാൻസിസ് കൊല്ലപ്പെട്ടു.